ഹലോ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാല് ഉഴുന്നുവട റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങളെ വീട്ടിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഉഴുന്നുവട ഉണ്ടാക്കണം. കാലത്ത് ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം 2 മണിക്കൂർ മുന്നേ ഉഴുന്ന് ഒരു കഷ്ണം ഇഞ്ചും വേപ്പിലയും കൂടിയിട്ട് ജാറിലിട്ടിട്ട് നന്നായി അരക്കുക കേട്ടോ. എന്നിട്ട് ചെറുതാക്കി നുറുക്കിയ സവാളയും പച്ചമുളകും ചെറുതാക്കി വട്ടനെ നുറുക്കിയ പച്ചമുളകിൽക്കും ഈ അരച്ചു വെച്ച ഉഴുന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതിൽക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. ഇത്രേ ഉള്ളൂ എന്താ റെസിപ്പി. ഇത് നന്നായ ശേഷം നമ്മൾ എന്ത് വേണം, ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. അതിൽ നമ്മളെ കൈ മുക്കുക വെള്ളത്തിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, വെള്ളം നനവോട് കൂടിയിട്ട് ഇങ്ങനെ ഉരുളകളാക്കുക. എന്നിട്ട് ചട്ടിയിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. കണ്ട, കൈ ഇങ്ങനെ വെള്ളത്തിൽ മുക്കി ആ കയ്യിൽ തന്നെ കുറച്ച് മാവ് എടുക്കുക, ഉരുളാക്കുക. എന്നിട്ട് വിരൽ കൊണ്ട് ഇങ്ങനെ ഓട്ട ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക കേട്ടാ. ഇങ്ങനെയാണ് ഉഴുന്നുവട ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായി ചൂടായാൽ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടാ. അല്ലെങ്കിൽ ഉള്ളില് വേവില്ല, മേലെ വേഗം കരിഞ്ഞ പോലെ ആവും ചെയ്യും, ഉള്ളു വേവാണ്ടിരിക്കുകയും ചെയ്യും, മൊരിഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം, നല്ല കുറവല്ല, മീഡിയം ഫ്ലെയിമിൽ വേണം ഉഴുന്നുവട ഉണ്ടാക്കാൻ കേട്ടാ. അപ്പോഴാണ് നന്നായി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്കും ഷെയറും ചെയ്യണേ. ബായ്.